അക്ഷര ഇന്നവിടെ വന്നേക്കുന്നത് നമ്മൾ ഹായ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഖലീഫ സിറ്റിയിലുള്ള BBC-ലാണ്. ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം ഇവിടുത്തെ സ്പെഷ്യൽ BBC സ്പെഷ്യൽ ചാക്കോളും നല്ല അൽഫാമൊക്കെ സൂപ്പറാ. പക്ഷെ ഞങ്ങൾ അഫ്ഗാനി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നുണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. വേറൊരു കാര്യം, ഇപ്പം ടൈം 3:49 AM. ഞാനിപ്പം നൈറ്റ് ഡ്യൂട്ടി വന്നതേ ഉള്ളൂ. മോന് നാളെ ഓഫാണ്. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര അപ്പം നമുക്ക് സൈഡ് ഡിഷ് കിട്ടി, മെയിൻ കോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ കാരണം നമുക്ക് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ സൈഡ് കോഷ് സൈഡ് ഡിഷ് സൈഡ് ഡിഷ് ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് കുബൂസും ഇവിടെ ഹൊമോസും. നല്ല ടേസ്റ്റാണ്. സാധാരണ അല്ല, ഇതിലുള്ള ഒരു റെഡ് കളർ എന്തോ അവർ ആഡ് ചെയ്യുന്നുണ്ട്. എന്താന്ന് മനസ്സിലായിട്ടില്ല, എന്തോ ഒരു സാധനമുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അഫ്ഗാനി വന്നിട്ടുണ്ട് ഗായ്സ്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അക്ഷരയുടെ മുഖത്ത് ചിരി കണ്ടോ? പോടാ, അഫ്ഗാനി കാണുമ്പോ അക്ഷര ഭയങ്കര ചിരിയാ. അങ്ങനെയല്ല. എന്ത് സ്പെഷ്യൽ ആണെങ്കിലും ആദ്യം നമുക്ക് ടേസ്റ്റിന് ഇഷ്ടം എന്താ? നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇവർ ഈ അഫ്ഗാനിലുള്ള ഒരു ഈ ഗ്രേവി ഉണ്ടല്ലോ, മീൻസ് തേങ്ങാപ്പാലാണോ തോന്നല്ലേ, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ട് നമ്മളല്ല, ഞാൻ കഴിച്ചിട്ടില്ല. യാതൊരു കഴിച്ചു നോക്കാം. താഴെ ഒരു പൂച്ച കിടന്ന് കറങ്ങുന്നുണ്ട് ഗൈസ്. തച്ചു വന്ന് പൂച്ചറിച്ചേക്കാലോ. അക്ഷര അക്ഷര മുഖത്ത് ചിരി കണ്ടോ? ഈ അൽഫാം കാണുമ്പോ നീ എന്തിനാണ് ഈ പൂച്ച മീന്തിനാണ് ചിരി ഇരിക്കുന്നത്? ഫുഡ് കണ്ട ഇവിടെ എന്താ ഇത്? എന്ത് സാധനമായാലും തിക്ക് ഗ്രേവി ഇതാണോ ജ്യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ സാധനം അടിപൊളിയാ. ഹാഫ് അടിച്ചത് റിഗ്രറ്റ് ഉണ്ട്. ഫുഡ് അടിക്കാലോ. നല്ല ഇഷ്ടം. ഇതൊരു നമ്മളെ എനിക്കൊന്ന് ചിക്കൻ തന്നെ, പക്ഷെ ചിക്കന്റെ പുറത്ത് നോർമൽ ചിക്കനില് അതിന്റെ പുറത്ത് തേങ്ങാപ്പാൽ നമുക്ക് കുടിച്ചു നോക്കാം. എന്താ മുഖം വല്ലാതിരിക്കുന്ന അക്ഷര? കൊള്ളത്തില്ല. എന്താ മിസ്റ്റേക്ക് എന്നാ? എന്താ കൊള്ളാവുന്നേ? ഹൈപ്പില്ല അല്ല. നല്ല മാംഗോ ഉണ്ട്, മിൽക്ക് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, പിന്നെ കുറച്ച് പാലുണ്ട്, പിന്നെ എന്തുണ്ട്, പിന്നെ നട്ട്സ് ഉണ്ട്. അവനിവിടെ കാണിച്ചു. എന്താ തോന്നേ? നല്ല മാങ്ങയുടെ ഫ്ലേവർ. ഇഷ്ടപ്പെട്ടാ? മാങ്ങ ഫ്ലേവർ. ഇപ്പൊ ഫുള്ള് കുടിച്ചിട്ട് ആരാണ് ഇത് അടിച്ചെന്ന് വല്ലവൻ പറയും. പഴുത്ത മാങ്ങയുടെ പുളിപ്പുണ്ടല്ലോ, അത് തിരിയാൻ പറ്റുന്നുണ്ട്. പാല് പഴുത്ത മാങ്ങയുടെ പുളിപ്പോ? അതെങ്ങനെയാ വിലയാൻ പറ്റുന്നേ? ഞാൻ കുടിച്ചോട്ടെ. അടുത്തത് നമ്മളെ ചിക്കു കല്ലുകൾ ഓർഡർ ചെയ്തു. ഇത് ഇവിടുത്തെ ഫേമസ് ഐറ്റം എന്നാണ് പറയുന്നത്. നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മേ, കളർഫുൾ ആണല്ലോ. കാണാൻ നല്ല രസമുണ്ട്. എന്ത് സാധനം? ചിക്കു നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല. നാട്ടിലായ കൂടി ഞങ്ങൾ ജ്യൂസ് കുടിച്ചിട്ടില്ലേ? ചിക്കുവിന്റെ ടേസ്റ്റ് അറിയത്തില്ല. അതിന്റെ കൂടെ മാങ്ങയും കൂടെ ഉണ്ട്. ഇങ്ങോട്ട് നോക്ക്, എക്സ്പ്രഷൻ നോക്കട്ടെ. സൂപ്പർ. എന്തിന് നല്ല ഇതാണ്. നമ്മൾക്ക് ഇങ്ങനെ എന്താണെങ്കിലും കഴിക്കാൻ വീഡിയോയുടെ ഇപ്പുറത്ത് നിന്ന് വീഡിയോയുടെ അപ്പുറത്ത് നിന്ന് എടുക്കുന്ന ആളുടെ മുഖം ഇവള് തരാ തിന്ന ഗൈസ്. കുറച്ചരി കൂടെ തരുമോ? നല്ലതാ. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ്. ഐസ്ക്രീം ഇങ്ങനെ മിക്സ് ഇട്ടിട്ട് നല്ല
കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല, പക്ഷെ സെറ്റ് സാധനം. അത് വെർമസിലേക്ക് ഉണ്ട് കേട്ടോ. പൈസ വെച്ചാൽ കൊണ്ടുപോയി ഇതാ ചൗവരി. സെറ്റ് കഴിക്കാൻ പോലെങ്കിൽ കിട്ടുന്ന ഒരു തരാം. പൈസ പോയാലെന്താ വയറില്ലേ പൈസ പോയാണ്. ഗൈസ്? അപ്പൊ പിന്നെ കാണാൻ എനിക്ക് വിശക്കുന്ന ഗൈസ്, എനിക്ക് തരുന്നില്ല അവിടെ. പറയണു ഫസ്റ്റ് ബൈറ്റ് എടുത്തു, സെക്കൻഡ് ബൈറ്റ് ആണ്. എന്താ ഒറിജിനാലിറ്റി? എങ്ങനെയുണ്ട്? ഇത്രയും ഫ്ലേവർ സെറ്റ് അല്ലേ? നല്ല ഫ്ലേവർ. ഇവിടുത്തെ ഡെസേർട്ടും സൂപ്പറാണ്. എല്ലാം നമ്മുടെ ചിക്കനും നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫ്ലേവർ ആയിരിക്കും. മറ്റേ ആ ആദ്യം മേടിച്ച ഫസാത്രി അത് വിഷ്ണുവിന് നല്ല ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി, പക്ഷെ അതില് ഒരു നല്ലൊരു പുളിപ്പ് ചേർന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു മാംഗോ ലവർ അല്ല, അതാണ് വിഷയം. ഞാൻ ഗ്രേപ്പ് ലവറാണ്. പക്ഷെ ഇത് ചിക്കു സൂപ്സ് സെറ്റ് തന്നെ. നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നത് തോന്നുന്നു അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. റേറ്റും അധികം ഇല്ല, ഇതിനും ഇല്ല. ചിക്കൻ ആയാലും അധികം റേറ്റും ഇല്ല. ഓക്കെ ഗൈസ്, ഹായ്. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുവാണ്. ഇവിടെ റൂമിലോട്ട് പോവാണ്. ടൈം ഇപ്പം ഇവിടെ 5:10. ഇപ്പൊ ഓൾറെഡി ഇവിടെ രാവിലെ ആയി. കാരണം നല്ല സമ്മർ ആയതുകൊണ്ട് തന്നെ 8 മണിക്ക് ആകുമ്പോ തന്നെ നല്ല വെയിലാവും. പറയുന്നത് പിന്നെന്താ, ഫുഡിനെ കുറിച്ച് ആണെങ്കിൽ നമുക്കൊരു വൈബാ. രാത്രി ഇപ്പം ഞങ്ങള് പോയത് എനിക്കൊന്ന് 3-3:30 ആ ടൈമിൽ. ഇവിടെ 3 മണി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഞങ്ങൾ അപ്പഴേ ഇറങ്ങി. ഒരു എത്തിയതിന് 3 മണിയായി. ഇതിന് ഞങ്ങൾ അപ്പഴേ ഇറങ്ങി. നൈസ് സ്പോട്ടാണ്. പ്രത്യേകം പറഞ്ഞാൽ മതി, പുറത്ത് നിന്ന് കഴിക്കണോന്ന് പറഞ്ഞാൽ മതി. എല്ലാ ആംബിയൻസ് ആണ്. അത് അബുദാബി എയർപോർട്ടിന്റെ അടുത്താണ്. അതിന്റെ വാം ലൈറ്റും ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഫ്ലൈറ്റ് ഒക്കെ കാണാം. നല്ലൊരു സെറ്റ് വൈബാണ്. പിന്നെന്താ, ഫുഡ് അടിപൊളി ഫുഡ്. ഓൾറെഡി അവൻ കഴിച്ചിട്ടുണ്ട്. ഒരുമിച്ച് സ്പെഷ്യൽ കഴിക്കാൻ പറ്റുള്ളൂ, പക്ഷെ അഫ്ഗാൻ കഴിച്ചിട്ടില്ല. ഇവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്പയർ ആയിട്ട് ഞങ്ങള് വേറൊരു ഷോപ്പിൽ നിന്ന് വേറെ കഴിച്ചിട്ട് അഫ്ഗാനി കൊള്ളത്തില്ലായിരുന്നു, ഫ്ലോപ്പ്. പക്ഷെ ഇത് ഇവിടെ നിന്ന് കഴിച്ചപ്പോ അതെന്താ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ്. പിന്നെ ഞങ്ങള് നേരത്തെ പറഞ്ഞ തേങ്ങാപ്പാലാന്ന്. തേങ്ങാപ്പാലല്ല, അവര് കാഷ്യൂനട്ടാന്ന് പറഞ്ഞു. കാഷ്യൂനട്ട് പേസ്റ്റും ക്രീമും കൂടെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് റിച്ച് ടേസ്റ്റ് ആണ്, നല്ല ഇതാ. പിന്നെ അവിടെ നിന്ന് കഴിച്ച ഡെസേർട്സ് ആയാലും അധികം റേറ്റ് അല്ല, ഓവർ റേറ്റഡ് അല്ല. എല്ലാ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കണക്ക് കറക്റ്റ് അത്രേ ഉള്ളൂ. 20 ദിർഹംസേ ഉള്ളൂ. ഹാഫിന് 20 ദിർഹംസേ ഉള്ളൂ. അതിന് എന്റെ അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെസേർട്ട് ഞങ്ങൾ മേടിച്ചു. ഡെസേർട്ട് എന്റെ ഫേവറേറ്റ് കുഫലൂഡ. ഒരു ഐസ്ക്രീമിന്റെ ഫ്ലേവർ ഇപ്പോഴും നാട്ടിലിരിക്കുന്നു. പിന്നെ മാംഗോ എന്താ ഫസാത്രിയോ? ഫസാത്രി. മാങ്ങയുടെ ഒരു മധുരവും പുളിപ്പും ആവും. നമ്മൾ ഒരുപാട് തവണ ഒരു റെക്കമെൻഡ് ചെയ്യുന്നു. ഒരുപാട് തവണ നമ്മൾ ഇതേണൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഒരുപാട് ഫുഡ് ബ്ലോഗിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞങ്ങള് കാണാതെ, ഞങ്ങളെ സാധനം എടുക്കും, ഞങ്ങൾ കാണും, ഡിലീറ്റ് ചെയ്താളെ. ഞങ്ങളത് കാണത്തില്ല, ഞങ്ങൾ ഉടനെ പോസ്റ്റ് ചെയ്യും. കണ്ടാ പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനാ ചെയ്യുന്നത്, ഒരു ഇത് വരും, വേണ്ട. പക്ഷെ ഇത് ഞങ്ങള് പോസ്റ്റ് ചെയ്യുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന വേണ്ടി. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാരും പറയുന്ന പോലെ ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദയവേത് കമന്റ് ഇടരുത്, വിഷമാവും. വേറെ കുഴപ്പമില്ല. ബൈ. ആണെല്ലാം റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. കലിമ സിറ്റി BBC എന്ന ഇവരെ കാണാൻ മറക്കരുത്. നിന്റെ പേരും കൂടെ പറയടാ. പേരെന്താ? സ്റ്റൈൽ എന്തിനാ?